സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി അതീവ രൂക്ഷമാകുന്നു. ജൂൺ 15-ാം തീയതി മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കിയ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ് വ്യവസായത്തെ തകർച്ചയിലേക്ക് തള്ളിവിട്ടുവെന്നാണ് ആക്ഷേപം. സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ 80% വരുന്ന 10,000-ൽ പരം സ്വകാര്യ ബസ്സുകളിൽ ഭൂരിഭാഗത്തിനും സർവീസ് നിർത്തിവയ്ക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിഷേധിച്ച് ജൂലൈ 20 മുതൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ തീരുമാനം. വരുമാനം കുത്തനെ ഇടിഞ്ഞതോടെ പാലക്കാട് ജില്ലയിൽ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ വേതനം ഉടമകൾ ഗണ്യമായി കുറച്ചു. പ്രതിദിനം 1,200 രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഇപ്പോൾ 600 രൂപ മാത്രമാണ് വേതനമായി നൽകുന്നത്. ബസ്സുകളിലെ കളക്ഷൻ കുറഞ്ഞതിനെ തുടർന്ന് വരുത്തിയ ഈ വേതന വെട്ടിക്കുറയ്ക്കലിനെതിരെ തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര വിവിധ ജില്ലകളിലെയും റൂട്ടുകളിലെയും സ്വകാര്യ ബസ്സുകളെ വ്യത്യസ്തമായ രീതിയിലാണ് ബാധിക്കുന്നത്. ചില ബസ്സുകൾക്ക് 50% വരെ വരുമാനം നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർക്ക് വരുമാന നഷ്ടം ഉണ്ടാകുന്നില്ല. അതിനാൽ റോഡ് നികുതിയിലോ ഇന്ധന വിലയിലോ പൊതുവായി ഇളവുകൾ അനുവദിക്കുന്നത് കൂടുതൽ വരുമാനം നഷ്ടപ്പെടുന്നവർക്ക് പ്രയോജനം ചെയ്യില്ലെന്നും അത് സാമാന്യനീതിക്ക് നിരക്കുന്നതല്ലെന്നും ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ 20% മാത്രമുള്ള KSRTC ഓർഡിനറി സർവീസുകളിലൂടെ പരമാവധി 30-ൽ താഴെ സ്ത്രീകൾക്ക് മാത്രമേ ഈ സൗജന്യ യാത്രയുടെ പ്രയോജനം ലഭിക്കൂ. KSRTC ബസ്സില്ലാത്ത റൂട്ടുകളിലെ 70-ൽ അധികം വരുന്ന സ്ത്രീകൾ ഇപ്പോഴും സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. ഈ റൂട്ടുകളിൽ നിന്നും KSRTC ബസ്സുകൾക്കായുള്ള ആവശ്യം ശക്തമാകുമ്പോൾ സർവീസുകൾ അയക്കാൻ സർക്കാർ നിർബന്ധിതരാകും. ഇത് KSRTCയുടെ നഷ്ടം വർദ്ധിപ്പിക്കുകയും സ്വകാര്യ മേഖലയെ പൂർണ്ണമായി നശിപ്പിച്ച് പൊതുഗതാഗത സംവിധാനത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. KSRTCയുടെ പ്രിയദർശിനി പദ്ധതി കാരണം പ്രതിദിനം 5,000 രൂപ വരെ വരുമാന നഷ്ടം നേരിടുന്നതിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെയും ബസ്സുടമകളുടെയും നേതൃത്വത്തിൽ തിങ്കളാഴ്ച പൂർണ്ണമായ സൂചനാ പണിമുടക്ക് നടന്നു. ജില്ലയിലെ സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണമായതോടെ കടുത്ത യാത്രാക്ലേശമാണ് അനുഭവപ്പെട്ടത്. പണിമുടക്കിനൊപ്പം തൊഴിലാളികളും ബസ്സുടമകളും കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. സമരക്കാർ മുഖ്യമന്ത്രി VD സതീശനെതിരെ മുദ്രാവാക്യം വിളിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ടാണ് അനുനയിപ്പിച്ചത്. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുക, KSRTCയുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ഈ സമരത്തിന് പിന്നാലെ ജൂലൈ 1 മുതൽ ജില്ലയിൽ ബസ് സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെക്കാനും തീരുമാനമായിട്ടുണ്ട്. വയനാട്ടിലെ ആകെയുള്ള 420 ബസ്സുകളിൽ 300-ലധികം ബസ്സുകൾ ഇതിനോടകം തന്നെ ഒരു വർഷത്തെ കാലയളവിലേക്ക് G ഫോം നൽകി കഴിഞ്ഞു.